ഉണ്ടാക്കാൻ വേണ്ടി വെച്ചാൽ ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ കടുകിട്ട് അത് കഴിഞ്ഞിട്ട് എണ്ണ തിളച്ച് കഴിഞ്ഞിട്ട് കടുകിട്ടിട്ട് ഉലുവ ഇടണം. അടുപ്പ് മീഡിയം ഇതിലിടണം. ഇനി ഉണക്കമുളക് ഇട്ടെടുക്കണം. അതിന് വേണ്ടത് നമ്മൾ നാരങ്ങച്ചാറിൻ്റെ നാരങ്ങ ഉപ്പിട്ട് വെച്ചത് വേണം. അതിൽ ഇച്ചിരി ഈത്തപ്പഴം ഇടയണം. അതുകൊണ്ട് ഇച്ചിരി ഈത്തപ്പഴം കുരു കളഞ്ഞ് കഴുകി സ്വർക്ക വേണം. മറ്റേ എന്തിട്ട് ഉണക്കമുളക് വേണം, പച്ചമുളക് വേണം, ഇച്ചിരി വേപ്പില വേണം, മുളക് ഇങ്ങനെ ഇത് വേണം, കടുക്, ഉലുവ ഇത് വേണ്ടത്. പിന്നെ ഇച്ചിരി ഉപ്പ് നാരങ്ങ ഇട്ടത്. പിന്നെ നമ്മൾ ഫസ്റ്റ് എണ്ണ വെച്ചിട്ട് പിന്നെ അതിന് ശേഷം ഉണക്കമുളക് പിന്നെ വേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഇട്ട് കൊടുക്കാം. എൻ്റെ കൈ അതിട്ട് കൊടുക്കാം. ഇതിൽ മണിക്കണം. ഇച്ചിരി ഇളക്കി കൊടുക്കണം. എൻ്റെ കൈ പൊട്ടി. പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഇളക്കിക്കൊണ്ടിരിക്കാം. ബ്രൗൺ കളറായിരുന്നു വാഴ വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ഏകദേശം ആയി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ ഇത് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങ ഉപ്പിട്ട് തിരുമ്പി വെച്ചത് ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കണം. ഇളക്കണം. നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പോകണം. അത്യാവശ്യത്തിന് കാശ്മീരി മുളക് പൊടി ഇട്ട് സാധാരണ മുളക് പൊടി സാധാരണ മുളക് പൊടി അടുത്തത് കുറച്ചിട്ട് വെക്കുക. ഇത് നമ്മൾ വീണ്ടും ഇച്ചിരി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം.
ഇനി വീണ്ടും ഇളക്കാം. ഈത്തപ്പഴം കുരു കളഞ്ഞ് കഴുകി വെച്ചിരിക്കണത് ഇട്ട് കൊടുക്കാം. ഇതിന് കുറച്ച് നേരം ഇളക്കാം. ഇനി നമുക്ക് വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും ഇളക്കാം. ഇങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇളക്കണം. നമുക്ക് സ്വർഗ കഴിയാത്തതുകൊണ്ട് ഇച്ചിരി കൂടി സ്വർഗ കഴിക്കാം. എന്തോ കുടിപ്പ് നല്ലോണം ഇളക്കാം. ഇനി അത് തിളച്ച് വരുമ്പോൾ പിക്കിൾ പൊടി ഇടണം, പിക്കിൾ പൗഡർ ഇടണം. ഇനി തിളച്ച് വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇത് ഉണ്ടോയെന്ന് നോക്കിയിട്ട് അത്രയിലെങ്കിൽ ഇച്ചിരിയും കൂടി വേണമെങ്കിൽ ഇതുപോലെ ഇടണം. സാധാ എരിവുള്ള മുളക് പൊടി ഇടാം. ഇളക്കാം. ഇനി ഇത് തിളച്ച് വരുന്നവരെ നോക്കാം. വീണ്ടും അപ്പം ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇച്ചിരി കൂടി തിളക്കണം. പഠിക്കുന്നു ഒരുവിധമായിട്ടുണ്ട്. മുച്ചിൻ്റെ കയ്യിലിട്ടേ, മുച്ചിൻ്റെ എൻ്റെ കൈകൾ നിങ്ങളുടെ കയ്യിലിട്. ഒരാളുടെ കൈ ഞാൻ ചോട്ടരാ. ഞാൻ കളിക്ക് പേടിയാ. എനിക്ക് തീരിട്ടൊന്നോ എനിക്ക് ഇട്. ഈ കയ്യിൽ ഞാൻ എനിക്ക് പേടിയാണ്. മാ പാത്രത്തിലിട്ടോ മാ ഇട്. ഔ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പിക്കിൾ പൗഡർ ആഡ് ചെയ്യാം. ഒരു പാക്കറ്റ് പിക്കിൾ പൊടിയാണ് മൊത്തം യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പാക്കറ്റ്. ഇനി അത് വീണ്ടും മിക്സ് ചെയ്യണം. നമുക്കൊരു പാത്രത്തിൽ സോക്കിന് ഇട്ടിട്ടിങ്ങനെ പോകണം. ആ ഉപ്പും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഉപ്പിട്ട പാത്രത്തിൽ തന്നിട്ട് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഇളക്കണം. ഇതൊരു പരുവത്തി ഇതിൽ നല്ലോണം തിളച്ചിട്ടുണ്ട്.
കുറച്ച് പഞ്ചസാര ടേസ്റ്റ് കൂടാം. ടേസ്റ്റ് വരാൻ വേണ്ടി ഇച്ചിരി പഞ്ചസാര ഇടാം, കൂടെ ഇരുന്ന് ഇച്ചിരി ഒരു രണ്ട് ഗ്ലാസ് ഏതാ അതൊന്നും അപ്പം അച്ചാർ ഡ്രസ് ചെയ്യാണ്. അച്ചാർ ഡ്രസ് ചെയ്തോണ്ടിരിക്കുകയാണ് ആള്. നമുക്ക് ഇച്ചിരി ടെസ്റ്റ് ചെയ്യാൻ ചോദിക്കാം. ചൂടുണ്ട്. കൈ എനിക്ക് പാത്രം എനിക്ക് കൈ ഇടാൻ പേടിയ. നമുക്ക് വേറെ ഒരു പാത്രം വീഡിയോ എടുക്കാം. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആൾക്കാരെന്ന് പറയുന്ന നമുക്ക് അടുപ്പ് ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് ദിവസം അടച്ചു വയ്ക്കണം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.